മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഞാനൊരു മീഡിയം സൈസ് 3 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. അതുപോലെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവോള, ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണേ, അല്ലാതെ അത് ഒരു കടിക്കാനുള്ള ഒരു ഇത് വരരുത് സ്റ്റൂവിനകത്ത് കിടക്കുമ്പോഴേ. പക്ഷെ എന്നാൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണം. അതിനായിട്ടാണ് നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി ഇടുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു 10-20 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും ഇത്. പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കിസ്മിസ്. അണ്ടിപ്പരിപ്പ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആകണേ. അത് കറിക്കകത്ത് ഈ സ്റ്റൂവിനകത്ത് ഇടുമ്പോഴുണ്ടല്ലോ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടാനും പിന്നെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റും വരുവേ സ്റ്റൂവിന്. അതിനായിട്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. കറുവപ്പട്ട ഇതുപോലൊരു പീസ്, ഒരു 4 ഏലക്ക, പിന്നെ കടുക് വറുക്കാനാണ് 2 ചുവന്നുള്ളി, വലിയ ചുവന്നുള്ളി, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില. കടുക് വറുക്കുമ്പോൾ ആ കൂട്ടത്തിലാണ് നമ്മൾ ഈ കിസ്മിസ് ഇട്ട് അങ്ങനെ വഴറ്റിയെടുത്ത് നമ്മൾ സ്റ്റൂവിലോട്ട് അങ്ങ് ചേർക്കുക. അല്ലാതെ ഈ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ട് ഇത് വേവിക്കത്തില്ല കേട്ടോ. അത് സെപ്പറേറ്റ് ഇത് ഇത്രയും നമ്മൾ നെയ്ക്കകത്ത് വഴറ്റിയിടാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഇത് 1-ാം പാല്, ഇത് 2-ാം പാലും 3-ാം പാലും. ഈ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചാണ് നമ്മൾ വെജിറ്റബിൾ വേവിക്കുന്നത്. ഞാനൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുക്കർ ഉപയോഗിക്കാം. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാനൊരു കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഈ പട്ട നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണേ. പിന്നെ ആ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാനിത് കാണിച്ചില്ലായിരുന്നേ. ഇത് ഈ വെളിച്ചെണ്ണ കിടന്ന് ഒന്ന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഒന്ന് ഇറങ്ങണേ. എന്നിട്ട് ഒരു 1 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ആ എണ്ണയിലിട്ടേക്കണം. ഏലക്കയൊക്കെ ഒന്ന് പൊട്ടും, അത് ചൂടാവുമ്പോഴേ അതിനകത്തൊന്ന് നല്ലൊരു മണം വരികയും ചെയ്യും. അന്നേരം വേണം നമ്മൾ ബാക്കിയുള്ളതിട്ട് വഴറ്റിയെടുക്കാനേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഇഞ്ചി കൊത്തി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നന്നായിട്ട് ഇറങ്ങണേ. സ്റ്റൂവിനകത്ത് ഈ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വളരെ നല്ലതാണ്. നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖം തോന്നും അതിൻ്റെ. എന്ന് വെച്ചാൽ അത് കൂടിപ്പോകാനും പാടില്ല, ചെറിയൊരു പീസ് ഇടാവുള്ളേ. ഇനി നമുക്ക് ഈ സവോള, പച്ചമുളക് 2 കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുവേ. നേരത്തെ ഞാൻ ഈ കുരുമുളകിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഈ കുരുമുളകും ഈ സ്റ്റൂവിന് ഭയങ്കര ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ്. അത് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ആ ഒരു പച്ച ആ ഒരു മണം ഉണ്ടല്ലോ അതൊന്ന് മാറണം. ഈ കുരുമുളകിൻ്റെയും ഗ്രീൻ പീസൊക്കെ പച്ച കിട്ടുമല്ലോ ഉണങ്ങാതെ, അത് കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് ചേർത്താലും നല്ലതാണ്. അത് അതിൻ്റെ ആ ഒരു തോടിങ്ങനെ പൊളിച്ചിട്ട് ആ ഗ്രീൻ പീസ് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇത് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണേ. ആ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്തേക്കണം. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇടണേ. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റണേ. നമ്മൾ ഈ വെജിറ്റബിൾ ഇവിടെ 2 മിനിറ്റായിട്ട് വഴറ്റുന്നുണ്ട്. ഉപ്പും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കൊന്ന് നോക്കണം ഉപ്പൊക്കെ. ഇനി ഇതിലേക്ക് ഈ 2-ാം പാലും 3-ാം പാലും കൂടെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ പാലൊഴിച്ച് പിന്നെ നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണേ. എത്രയൊക്കെയാണേലും ഈ കുക്കറിലൊക്കെ തേങ്ങാപ്പാലൊക്കെ വെച്ച് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് പിരിയും കേട്ടോ. അതൊക്കെ നമുക്കറിയാം. എന്നാലും ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ വെജിറ്റബിൾ വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിനു വേണ്ടിയാണ് നമ്മളിത് ഇപ്പോഴേ അങ്ങ് ചേർക്കുന്നത്. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ടേ. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇത് വെന്ത് കഴിയുമ്പം ആണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ, അപ്പോഴത്തേന് നന്നായിട്ട് അത് വെന്ത് കിട്ടുവേ. ഈ 2 വിസിൽ കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ ആ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമ്മൾ 1-ാം പാല് വെച്ചേക്കുന്നില്ലേ, അതൊരു സ്വല്പം ഇതിനകത്തോട്ട് ഒഴിക്കണേ.
ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ വെജിറ്റബിൾ ഇതിനകത്ത് വെച്ചിട്ട് 2 വിസിൽ ആയി കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ പിരിഞ്ഞിരിക്കും കേട്ടോ. ഇത് സാരമില്ല, നമ്മൾ ആദ്യത്തെ ആ പാലും കൂടെ ഒക്കെ ഒഴിക്കുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വന്നോളൂ, ഇങ്ങനെ കിടക്കത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ അണ്ടിപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതാണേ, ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ അതുപോലെ അരച്ച് സ്റ്റൂവിലോട്ട് ഒഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചിക്കൻ സ്റ്റൂവിനകത്താണേലും ഈ സ്റ്റൂവിൽ ഏത് സ്റ്റൂവിനകത്താണേലും കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കണം, അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. പിന്നെ ഗ്രേവി ആണെങ്കിലും നല്ല തിക്കായിട്ട് വരും. ബാക്കി സ്വല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മൾ അങ്ങോട്ടങ്ങ് ഒഴിച്ചാൽ മതി. ഇനി നമ്മുടെ ഒന്നാം പാലും കൂടെ ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റൗവ് നമ്മൾ കത്തിക്കണേ. ഇതുവരെ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ലായിരുന്നു, എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചേ. കണ്ടോ, ആ തേങ്ങാപ്പാൽ പിരിഞ്ഞതൊന്നും നമ്മളിപ്പം ഈ പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ഈ പേസ്റ്റും ഒന്നാം പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ആ പിരിഞ്ഞ് കിടക്കുന്ന പോലൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മളെപ്പോഴും ഫുഡൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും എല്ലാം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ആ കറിക്ക് ഭംഗിയും ഒരു രുചിയില്ല എന്നൊക്കെ നമുക്കങ്ങ് തോന്നത്തില്ലേ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേന് പിരിഞ്ഞ ആ ഒരു പോർഷനൊന്നും നമ്മൾ പിന്നെ കാണുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുതേ. നമ്മളിങ്ങനെ ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. ഇതിൻ്റെ ആ ആവി വരത്തില്ലേ, ആ ആവി വരുമ്പോഴത്തേന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ അത് മൊത്തം പിരിഞ്ഞ് വേറൊരു ഷേപ്പായി പോവും. ഇനിയിപ്പോൾ ഒരുമാതിരി ഇതാക്കണ്ടോ, നന്നായിട്ട് ആവി വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. കണ്ടോ, തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ആ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ച് ചേർക്കുന്നതിൻ്റെ ആ ഒരു ഗുണമാണ് അത് കേട്ടോ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തേ. പിന്നെ നമുക്ക് കടുക് താളിച്ച് ഇട്ടാൽ മതി. ഇതുപോലെ ചെറിയൊരു കടുക് വറുക്കുന്ന ആ ഒരു ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പശു നെയ്യാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു സ്വല്പ കടുക്, ഈ കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുക് പൊട്ടണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ധൃതിക്ക് പൊട്ടിയില്ലെങ്കിൽ സാരമില്ലെന്ന് വെക്കും, പക്ഷേ ഈ പൊട്ടിയാൽ മാത്രമേ ആ കടുകിൻ്റെ ഫ്ലേവർ ശരിക്കും ആ എണ്ണയിലോട്ട് വരത്തുള്ളേ. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കടുക് പൊട്ടണം. ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഈ ഉള്ളി അധികം ബ്രൗൺ കളറോ ഒന്നും ആകണ്ട, ഇതൊന്നും ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ കറിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് വല്ലാതെ ബ്രൗൺ ആകുകയോ അങ്ങനെ വേണ്ട. ഇപ്പം നമ്മളിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ആ കിസ്മിസും കൂടി ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേനും അതും കൂടെ ഒന്ന് റെഡിയായി വരും. അല്ല, നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഈ കിസ്മിസ് വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ കടുകും ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ താളിച്ചിടണേ, അങ്ങനെ ആവണേലും ചെയ്യാം. ഈ കിസ്മിസ് ഒന്ന് വീർത്ത് വരണം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ പായസവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതൊക്കെ. പിന്നെ അറിയാൻ വയ്യാത്ത കുട്ടികളൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ മുതിർന്നവർക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ടേ. കണ്ടോ, കിസ്മിസൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. കണ്ടോ, ഇതുപോലെ വീർത്ത് വരണം, അതാണ് അതിൻ്റെ കണക്ക്. കിസ്മിസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൂവിലോട്ട് അങ്ങ് ചേർത്താൽ മതി. കണ്ടോ, ഉള്ളിയൊന്നും അധികം മൂത്ത് പോയിട്ടില്ല, ഒരു ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. കിസ്മിസ് എല്ലാം നല്ല ബോള് പോലെ ആയിട്ടുണ്ട്. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്താൽ മതി. സ്വല്പം സ്റ്റൂ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇങ്ങനെ ഒന്നാക്കിയെടുക്കുക. പണ്ട് അമ്മച്ചിമാർ ചെയ്യുന്ന സ്റ്റൈലാണ് അത് കേട്ടോ. എന്ത് കടുക് വറുത്താലും ഒരു സ്വല്പം കറി ആണേലും സ്റ്റൂ ആണേലും ഒന്ന് ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചേക്കും. അതിൻ്റെ എല്ലാ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ഈ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ കറിക്കകത്തോട്ട് തന്നെ ആകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത്. സ്റ്റൂ ഇവിടെ, വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി. ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ട് കാണിക്കാം.
നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കള്ളപ്പം, പാലപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലേ, അതുപോലത്തെ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്